ഹരേ കൃഷ്ണ. ഇന്നത്തെ വീഡിയോയിൽ കർക്കിടക രാശിക്കാർ ആത്മീയ വഴിയിലൂടെ ജീവിതത്തിൽ സമൃദ്ധിയും സന്തോഷവും എങ്ങനെ നേടാമെന്ന് നോക്കാം. കർക്കിടക രാശി ചന്ദ്രൻ്റെ ആധിപത്യത്തിലുള്ള രാശിയാണ്. അതിനാൽ ചന്ദ്രൻ്റെ ശക്തി വർദ്ധിപ്പിച്ചാൽ ശാന്തിയും വിജയവും സ്വാഭാവികമായും ഇവരുടെ ജീവിതത്തിൽ കിട്ടാവുന്നതാണ്. ഈ വീഡിയോയിലൂടെ അത് എന്തെല്ലാമെന്നും എങ്ങനെ ചെയ്യാമെന്നും നമുക്ക് നോക്കാം. വളരെ ലളിതമായിട്ടുള്ള ഉപായങ്ങളാണ്. വീഡിയോ എല്ലാവരും എൻഡ് വരെ കാണുക. ഷോർട്സ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലിൽ വിശദമായ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ദയവായി കാണുക. എല്ലാ തിങ്കളാഴ്ചകളിൽ നിങ്ങൾ ശിവലിംഗത്തിൽ പാലുകൊണ്ടോ അല്ലെങ്കിൽ വെള്ളം കൊണ്ടോ അഭിഷേകം ചെയ്യുന്നത് ഏറ്റവും നല്ലതായിരിക്കും. അതുപോലെ തന്നെ ഓം നമ ശിവായ എന്ന മന്ത്രം എല്ലാ തിങ്കളാഴ്ചയും നിങ്ങൾക്ക് 108 തവണ ജപിക്കാവുന്നതാണ്. ഇത് നിങ്ങൾ മാല കൊണ്ട് ജപിക്കുന്നവരാണെങ്കിൽ അങ്ങനെ, കൗണ്ടർ ഉപയോഗിച്ചാണെങ്കിൽ അങ്ങനെ. അപ്പോൾ 108 പ്രാവശ്യം ഓം നമ ശിവായ മന്ത്രം നിങ്ങൾ ജപിക്കുക. ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ശിവലിംഗത്തിൽ പാലോ ജലമോ അർപ്പിക്കുമ്പോൾ അത് രാവിലെ തന്നെ ആയിരിക്കണം. വൈകിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പാടുള്ളതല്ല. മന്ത്രം ജപിക്കുന്നത് അത് നിങ്ങൾക്ക് എപ്പോഴാണെങ്കിലും ജപിക്കാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ടതാണ്. രണ്ടാമത്തെ ഉപായം, ചന്ദ്രൻ്റെ ശാന്തി മന്ത്രങ്ങൾ നിങ്ങൾക്ക് ഡെയിലി ഒരു 108 പ്രാവശ്യം നിങ്ങൾക്ക് ചെയ്യാവുന്ന വിധത്തിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഓം ചന്ദ്രായ നമഃ എന്നാണ് ആ മന്ത്രം. അപ്പോൾ ഡെയിലി നിങ്ങൾ ഈ മന്ത്രം ജപിക്കുക. 11 പ്രാവശ്യമോ ഒരു 21 പ്രാവശ്യമോ സമയം ഉള്ളവരാണെങ്കിൽ ഒരു 108 പ്രാവശ്യം ഡെയിലി നിങ്ങൾ ഈ മന്ത്രം ജപിക്കുക. ഇത് കൂടാതെ നിങ്ങൾക്ക് വീട്ടിൽ ഉണ്ടെങ്കിൽ, ഇല്ലാത്തവർ വേണ്ട, വെള്ളി ഗ്ലാസ് ഉണ്ടെങ്കിൽ വെള്ളി ഗ്ലാസ്സിൽ വെള്ളം കുടിക്കുന്നതും വളരെ നല്ലതായിരിക്കും. കൂടാതെ വെള്ളി മോതിരമോ വെള്ളി ചെയിനോ ബ്രേസ്ലെറ്റോ എന്തുവാണെങ്കിലും വെള്ളി കൊണ്ടുണ്ടാക്കിയ ഏത് സാധനം നിങ്ങൾക്ക് ധരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഒരു ശാന്തി, ചന്ദ്രനെ ഒന്നും കൂടെ ഊർജപ്പെടുത്തുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ ഇത് ചെയ്യാൻ പറ്റുന്നവരും, ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതല്ലേ. അപ്പോൾ ഇത് നിങ്ങൾ ചെറിയൊരു മാല മേടിച്ച് കഴുത്തിൽ ഇടുക. അപ്പോൾ ഇതും നിങ്ങളെ ചന്ദ്രൻ്റെ ഊർജത്തെ ഒന്നും കൂടെ നിങ്ങളുടെ ജീവിതത്തിൽ നല്ല ഊർജത്തെ കൂട്ടുന്നതിന് വേണ്ടി ഇതും സഹായിക്കുന്നു. അടുത്ത ഉപായം, ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ അമ്മയെ സ്നേഹിക്കുക. ചന്ദ്രൻ അമ്മയുടെ പ്രതീകമാണ്. അസ്ട്രോളജിയിൽ സൂര്യൻ അച്ഛനെയും ചന്ദ്രൻ അമ്മയെയും പ്രതിനിധീകരിക്കുന്നു. അപ്പോൾ അമ്മയെ സേവിക്കുക, അമ്മയെ ആദരിക്കുക. ഇങ്ങനെ ചെയ്താലും നിങ്ങൾക്ക് ചന്ദ്രൻ്റെ അനുഗ്രഹം കൂടുതൽ കിട്ടുന്നതായിരിക്കും. ഇത് എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാവുന്ന കാര്യമാണ്. ഡെയിലി അമ്മയ്ക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. വൈകിട്ട് അമ്മയുടെ കാലൊക്കെ ഒന്ന് തടവി കൊടുക്കുക. അമ്മയ്ക്ക് വേണ്ട കാര്യങ്ങൾ എല്ലാം നിങ്ങൾ ചെയ്തു കൊടുക്കുക. അപ്പം ഇത് നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ജീവിതത്തിൽ വരുത്തണം. ശിവഭക്തിക്കും ചന്ദ്രശാന്തിക്കും വേണ്ടി തിങ്കളാഴ്ച ഉപവാസം ചെയ്യുക. വൈകിട്ട് ജലം, പഴം തുടങ്ങിയവ മാത്രം സ്വീകരിച്ച് ശിവപൂജയ്ക്ക് ശേഷം നിങ്ങൾക്ക് ഉപവാസം അവസാനിപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നവർക്കും ഇത് നല്ലൊരു കാര്യമാണ്, നല്ല ഒരു പവർഫുള്ളായിട്ടുള്ള റെമഡിയാണ്. അന്നദാനം മഹാദാനം അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് അന്നദാനം ചെയ്യാൻ പറ്റുന്നവർ മാത്രം അങ്ങനെ ചെയ്യുക. അന്നദാനം മാസത്തിലൊന്നോ എവിടെയെങ്കിലും നിങ്ങൾക്ക് ഓർഫനേജ് അങ്ങനെ എവിടെയെങ്കിലും സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ പോയി നിങ്ങൾക്ക് അന്നദാനം ചെയ്യാവുന്നതാണ്. ചെയ്യാൻ പറ്റുന്നവർ മാത്രം. ഓക്കെ.
അല്ലാത്തവർ വൈറ്റ് റൈസ്, വെള്ള അരി, പാല്, തൈര്, പഞ്ചസാര എന്നിവ അർഹരായിട്ടുള്ളവർക്ക് മാത്രം ദാനം ചെയ്യുക. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. മഹാലക്ഷ്മിയുടെ മന്ത്രം നിങ്ങൾക്ക് ഒരു ദിവസം ഒരു 21 തവണ ചൊല്ലാവുന്നതാണ്. അല്ലെങ്കിൽ 108 പ്രാവശ്യം ജപിക്കാൻ പറ്റുന്നവർ ചെയ്യുക. ഓം ശ്രീ മഹാലക്ഷ്മിയേ നമഃ എന്ന് ജപിച്ചാലും അത് നിങ്ങൾക്കൊരു 21 പ്രാവശ്യം ഡെയിലി ഒന്ന് ജപിച്ച് നോക്കൂ. അപ്പോൾ ഈ മന്ത്രം ജപിക്കാം. മഹാലക്ഷ്മിയുടെ മന്ത്രമായ ഓം ഹ്രീം ശ്രീം ക്ലീം മഹാലക്ഷ്മിയേ നമഃ, ഇത് ഒരു 108 പ്രാവശ്യം. ഇത് രണ്ടിൽ ഏതെങ്കിലും ഒരെണ്ണം മതി. അപ്പോൾ ഇത് ചെയ്യാൻ പറ്റുന്നവർ ഇത് ചെയ്യുക. അപ്പോൾ ആദ്യത്തെ മന്ത്രം കുറച്ചുകൂടെ ഈസിയാണ്. അപ്പോൾ ഏതാണ് നിങ്ങൾക്ക് ചൊല്ലാൻ നല്ലതുപോലെ ചൊല്ലാൻ പറ്റുന്നതെങ്കിൽ അത് നിങ്ങൾ ചൊല്ലുക. ഒരു ഡെയിലി ഒരു 21 പ്രാവശ്യം എങ്കിലും നിങ്ങൾക്ക് ചൊല്ലാനുള്ള സമയം കാണുമായിരിക്കും. സമയമുള്ളവർ 108 പ്രാവശ്യം തന്നെ ചൊല്ലുക. പൗർണമി നാളിൽ ചന്ദ്രപ്രകാശത്തിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾക്ക് മെഡിറ്റേഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം. പിന്നെ നിങ്ങളുടെ മനോകാമന എന്തുവാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അവിടെ ഇരുന്ന് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് മെഡിറ്റേഷനും. പിന്നെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഒരു പേപ്പറിൽ എഴുതിയത് നിങ്ങൾക്ക് പൂജാ റൂമിൽ സൂക്ഷിക്കാം. അല്ലെങ്കിൽ ഡയറക്റ്റ് പറഞ്ഞാലും മതി. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കൂ. ഇതിനൊന്നും ഒരു പൈസ മുടക്കൊന്നും ഇല്ലാത്ത കാര്യങ്ങളല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കണം. ഓക്കെ, ഇതുകൊണ്ട് ദോഷങ്ങളൊന്നും നിങ്ങൾക്ക് ഉണ്ടാകില്ല, നല്ലത് മാത്രമേ ഉണ്ടാകുകയുള്ളൂ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. പൗർണമി ദിവസം, പൗർണമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളുത്ത വാവ്, അപ്പോൾ ആ ദിവസം നിങ്ങളിത് മുടങ്ങാതെ എല്ലാ മാസങ്ങളിലും ചെയ്യുക. ഇത് ഒരു നല്ല ഒരു ഉപായമാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കൂ. എങ്കിലല്ലേ, നമ്മൾ ഇതുവരെയും ചെയ്തിട്ടില്ല, ചെയ്ത് നോക്കിയാലല്ലേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ എല്ലാവരും ചെയ്യുക. ഈ വീഡിയോ ഇടുന്നത് എനിക്ക് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു എന്തെല്ലാം ഉപായമാണ് ചെയ്യേണ്ടതെന്ന്. അതുകൊണ്ടാണ് ഈ വീഡിയോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇവയൊക്കെയാണ് കർക്കിടക രാശിക്കാർക്ക് ആത്മീയ ശക്തി, ശാന്തി, സമൃദ്ധി എന്നിവ നൽകുന്നതിനുള്ള ചെറിയ ചെറിയ ഉപായങ്ങൾ. ഭക്തിയോടും വിശ്വാസത്തോടും കൂടി ഇതെല്ലാം ഒന്ന് അനുഷ്ഠിച്ചു നോക്കൂ. ദൈവാനുഗ്രഹം നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ, ഉപകാരപ്രദമായെന്ന് നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് തീർച്ചയായും ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മടിക്കണ്ട. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണ അർപ്പണമസ്തു.